നമസ്കാരം. ഗസ ഏറ്റെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പരാമർശത്തിൽ ചർച്ചകൾ തുടരുന്നതിനിടെ വിഷയത്തിൽ തുടർ പ്രതികരണവുമായി ഡൊണാൾഡ് ട്രംപ്. ഗസ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ പലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഗസയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന പലസ്തീനികൾക്ക് അറബ് രാജ്യങ്ങളിൽ മികച്ച പാർപ്പിട സൗകര്യം ഒരുക്കുമെന്നും ട്രംപ് പറഞ്ഞു. നേരത്തെ പലസ്തീനിലെ ഭൂമി വിൽപ്പനയ്ക്കുള്ളതല്ല എന്നായിരുന്നു ട്രംപിന് ഹമാസിന്റെ മറുപടി. ഗസയിലെ ജനവാസ മേഖലയിൽ സൈനിക നീക്കം ആഗോള നിയമപ്രകാരം തടഞ്ഞിട്ടുള്ളതാണ് എന്നായിരുന്നു യുഎന്റെ മുന്നറിയിപ്പ്. ഇതിനിടെ ശേഷിക്കുന്ന ബന്ദികളെ കൂടി ശനിയാഴ്ച ഉച്ചയോടെ ഗസയിൽ നിന്ന് വിട്ടയച്ചില്ല എങ്കിൽ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്നും ട്രംപ് പറഞ്ഞു. വെടിനിർത്തൽ കരാർ ഇസ്രയേൽ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ച് ബന്ദി കൈമാറ്റം ഹമാസ് നിർത്തിവെച്ചതോടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഗസ ട്രംപ് പിടിക്കുമോ എന്നാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ഒ അബ്ദുള്ള, ശ്രീ ഷാബു പ്രസാദ് വലത് നിരീക്ഷകൻ, ശ്രീ ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം ശ്രീ സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്ന് തത്സമയം ചേരുകയും ചെയ്യും. ആദ്യം ശ്രീ സജിമോൻ ആന്റണി, നേരത്തെ തന്നെ ഗസയുമായി ബന്ധപ്പെട്ട് ആ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശം അത് ഇപ്പോൾ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിന് മറുപടിയുമായി ലോകരാജ്യങ്ങളടക്കം എത്തുന്ന സാഹചര്യമുണ്ട്. ഹമാസ് നൽകിയ മറുപടിയുണ്ട്. ഇതിനിടയിലാണ് ഇതേ വിഷയത്തിൽ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ നിന്നടക്കം ഡൊണാൾഡ് ട്രംപിൻ്റെ ഇത്തരം നീക്കങ്ങളോടുള്ള ഒരു പൊതുവികാരം എന്താണ്? അഭിലാഷ്, തീർച്ചയായിട്ടും ഈ ഒരു ഫൈറ്റ് വളരെ സങ്കീർണതയിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കുമ്പം ഏകദേശം 7 യുദ്ധങ്ങളാണ് 1948 ശേഷം ഇന്ന് വരെ ആ റീജിയനിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനകം തന്നെ ഈ 2023 ഒക്ടോബർ 7 നടന്ന ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിനകത്ത് ഏകദേശം 48,306 ജീവനാണ് പൊലിഞ്ഞത്. അതിൽ 46,600 പേര് പലസ്തീൻ ഭാഗത്തു നിന്നും 1,700-ലധികം ആൾക്കാർ ഇസ്രായേലിൽ നിന്നുമാണ്, ഇൻക്ലൂഡിംഗ് 166 ജേർണലിസ്റ്റും ഉണ്ടെന്നുകൂടെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ട്രംപ് ഇതുവരെ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ഇതുവരെ എടുത്ത ഒരു സ്റ്റാൻഡിൽ നിന്നും അല്പം കൂടെ മുന്നേറ്റ് വളരെ അഗ്രസീവായിട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. ഇതുവരെ പറഞ്ഞിരുന്നത് ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷനാണ്. ഇസ്രായേലും ഹമാസും അല്ലെ പാലസ്തീനുമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി ബന്ധുക്കളെ മോചിപ്പിച്ച് ഇത് വൈൻഡ് അപ്പ് ചെയ്യുക എന്നുള്ള ഒരു ടാർഗറ്റിലായിരുന്നുവെങ്കിൽ ഇപ്പം പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഗാസ ഞങ്ങൾ എടുത്തിട്ട് അതിനെ ക്ലീനപ്പ് ചെയ്യാം, ക്ലീനപ്പ് ചെയ്തിട്ട് അതിൽ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വളരെ മാർബലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാക്കി മാറ്റാം, പ്രൊവൈഡഡ് ജോർദാനും ഈജിപ്തും അമേരിക്കയുടെ ഈ ഒരു സ്ട്രാറ്റജിയോട് സഹകരിക്കണം, പാലസ്തീൻ ഗാസയിലുള്ള ആൾക്കാരെ അവരെ ഏറ്റെടുക്കാനായിട്ട് അവർ വിസമ്മതിക്കുന്നു. എന്നാൽ ഇപ്പം ഇവിടുന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കിങ് അബ്ദുള്ള, ജോർദാന്റെ കിങ് അമേരിക്കയിലുണ്ട്. ഇപ്പം പ്രസിഡന്റ് ട്രംപുമായിട്ട് ഇന്നലെ രാത്രിയും ഇപ്പോഴും ഒക്കെ കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള ഒരു സംസാരം എന്ന് പറയുന്നത് ഇവിടുന്ന് എൻഫോഴ്സ് ചെയ്യാൻ പോകുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ജോർദനും അതുപോലെ ഈജിപ്തും കേട്ടില്ല എങ്കിൽ ഇവിടുന്നുള്ള എയ്ഡ് അല്ലെങ്കിൽ മിലിറ്ററി ഹെൽപ്പുകളും കാര്യങ്ങളും അമേരിക്ക മേ ബി വിഡ്രോ ചെയ്തതിനെ പറ്റി ആലോചിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു ഭീഷണിയിലുള്ള സംസാരങ്ങളാണ് നടക്കുന്നതാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അഭിലാഷ് നേരത്തെ പറഞ്ഞു പോണെങ്കിൽ തന്നെ അറബ് മേഖലകളിലുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ ഈവൻ അമേരിക്കയുടെ മിത്രങ്ങളായ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഈ ഐഡിയയെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സംസാരം ഇതാണ്: കഴിഞ്ഞ 50-60 വർഷമായിട്ട് നിങ്ങൾ എല്ലാവരും പല ഐഡിയയിലും ട്രൈ ചെയ്തു, അതൊക്കെ 6-7 യുദ്ധങ്ങളിൽ കലാശിച്ചല്ലാണ്ട് ഒരു പെർമനന്റ് പീസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയ തന്നെ വരട്ടെ. അവിടെയാണല്ലോ ശ്രീ സജിമോൻ ആന്റണി, നമ്മൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ താങ്കളടക്കം ആ പാനലിൽ പലപ്പോഴായി പങ്കെടുത്ത് സംസാരിച്ചതാണ്. നമ്മൾ ഓർത്തെടുത്തത് ഈ ട്രംപിന്റെ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചായിരുന്നു. ആ കാലഘട്ടത്തിലടക്കം ലോകത്ത് വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല, വലിയ പോരുകൾ ഉണ്ടായിട്ടില്ല, യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളവും ഒരു തെരഞ്ഞെടുപ്പിൽ ക്രെഡിറ്റായി അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലടക്കം സൂചിപ്പിച്ച ഒന്നാണ്. ഇവിടെ ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇതിനൊക്കെ ശാശ്വതമായൊരു പരിഹാരം വേണം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അമേരിക്കയെ പോലെയുള്ള ഒരു രാജ്യം അതിന് ശ്രമിച്ചാൽ അത് പ്രാവർത്തികമാക്കുക എന്നത് സാധ്യമാകുന്ന ഒന്നാണോ? ഒരുപക്ഷെ കഴിഞ്ഞ ട്രംപിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം ട്രംപിൻ്റെ കടുത്ത നിലപാടുകൾ അത് വീണ്ടും ഏറ്റുമുട്ടലുകൾക്ക് വഴിതെളിക്കുന്ന ഒരു സാഹചര്യമാണോ സൃഷ്ടിക്കാൻ പോകുന്നത്?
അഭിനാഷ്, ഇത് കഴിഞ്ഞ 2016-20 നിന്ന് വ്യത്യസ്തമായിട്ട് 2024 നമ്മൾ നോക്കുമ്പം കുറേയധികം അനുകൂലമായ കാരണങ്ങൾ അല്ലെങ്കിൽ റീസൺസ് ഉണ്ട് ട്രംപിന് ഇങ്ങനെ ഒരു അഗ്രസീവ് പോസ്റ്റർ എടുക്കാനായിട്ട്. ഒന്ന്, ഇതൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയ ആണ്. ഇതുവരെ ആരെയും ചിന്തിക്കാത്ത ഒരു ഐഡിയ ആണ്. ഗാസ് ഞങ്ങൾക്ക് തന്നു, ഞങ്ങൾ ക്ലീനപ്പ് ആയി ചെയ്തിട്ട് വേണ്ടത് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ടോട്ടലി അത് ഇതുവരെ പറഞ്ഞ എല്ലാ ഐഡിയയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരെണ്ണമാണ്, ഈവൻ ദോ ഇറ്റ് ഈസ് റിസ്കി. രണ്ടാമത്തേത്, ഇവിടെയുള്ള ഒരു ഇപ്പൊ ഈ വരുന്ന സാറ്റർഡേയിൽ ഇതോടുകൂടി പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യണം, കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു അന്ത്യശാസനം അല്ലെങ്കിൽ ഒരു കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഹമാസ് പുറകോട്ട് പോകുന്നതായിട്ട് കാണുന്നു. ഹമാസ് പറയുന്ന റീസൺ ഇസ്രായേൽ അവരുടെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. പിന്നെ മൂന്നാമത്തേത്, ആ ഒരു റീജിയണിൽ സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെയധികം ശിഥിലമായി കഴിഞ്ഞിരുന്നു, റെജിം ചേഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പ്ലസ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 1.5 വർഷം മുമ്പ് അല്ലെങ്കിൽ 1 വർഷം മുമ്പൊക്കെ പറയുമ്പോൾ ചിലന്തി വലകളെ പോലെ ടണലിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമായിരുന്നു, ഹമാസ് അതുപോലെയാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത് അതൊക്കെ ശിഥിലമായ ആ റീജിയൻ തന്നെ വളരെയധികം ഡെലിക്കേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇത്. അതോടൊപ്പം തന്നെ രണ്ട് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, അതായത് ബെഞ്ചമിൻ നെതന്യാഹു എക്സ്ട്രീം റൈറ്റ് ഫിലോസഫി ഉള്ള ഇസ്രായേൽ ലീഡറും അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിലെ അല്ലെ എക്സ്ട്രീം റൈറ്റ് ഫിലോസഫി ഉള്ള ട്രംപും കൂടെ യോജിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവർ രണ്ടുപേരും ഒരു യോജിപ്പുണ്ട്. ഈവൻ അമേരിക്ക ഇലക്ഷന് മുമ്പ് തന്നെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു, ഇസ്രായേലിന് വേണ്ടത് ബൈഡൻ അല്ലെ കമലാ ഹാരിസ് തോക്കണം, ട്രംപ് ആണ് വേണ്ടത്. കാരണം ദേ ഡോണ്ട് ലൈക്ക് ഈച്ച് അതർ, ഒരു പേഴ്സണൽ കെമിസ്ട്രി അവർ തമ്മിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഈ പറഞ്ഞ സന്ധി സംഭാഷണവും ഡീലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇലക്ഷൻ കഴിയാൻ വേണ്ടി എന്നുള്ള ഒരു സംസാരം വരെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. അതിനുശേഷമുള്ളത് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, ട്രംപ് പറയുന്നത് അല്ലെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്, യു കം വിത്ത് യുവർ പ്ലാൻ, ഇഫ് യു ഡോണ്ട് ഹാവ് എ പ്ലാൻ ദെൻ യു ഹാവ് ടു അക്സെപ്റ്റ് മൈ പ്ലാൻ എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പം അവിടുന്ന് വരുമ്പം ജോർദാനും അല്ലെങ്കിൽ ഈജിപ്തും അല്ലെങ്കിൽ അവർ പറയുന്നത് അവരുടെ ഭാഗത്തേക്ക് ഈ ഒരു ഗാസയിലുള്ള പലസ്തീൻസിനെ കയറ്റാൻ പറ്റത്തില്ല എന്ന് മാത്രം പറഞ്ഞവർ നിർത്തുകയാണ്, ഒരു പെർമനന്റ് സൊല്യൂഷനിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഈ ഒരു അഗ്രസീവ് പോസ്റ്റർ എടുക്കുന്നത്. ഇന്നും ഈ 1.5 ദിവസമായിട്ട് ജോർദാന്റെ കിങ്, ഇതിനു മുമ്പ് ഈജിപ്ഷ്യൻ ലീഡേഴ്സ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ദിശ കാണിക്കുന്നത് വളരെയധികം അഗ്രസീവായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആ ഒരു ഐഡിയോളജി പുഷ് ചെയ്യുന്നുണ്ട്, ജോർദാനെയും ഈജിപ്തിനെയും അക്സെപ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അമേരിക്കയുടെ ഈ ഒരു സ്ട്രാറ്റജി ഇവിടെ നടപ്പാക്കാൻ സാധ്യതയുള്ളൂ. അമേരിക്ക പറയുന്നത് അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് അത് മാത്രമായിരിക്കും ഇവിടെയുള്ള ഒരു പെർമനന്റ് സൊല്യൂഷൻ. കാരണം 1948 മുതൽ 7 യുദ്ധങ്ങൾ, 48, 56, 67, 73, 82, പിന്നെ 2006, അതിനുശേഷം 2023 ഒക്ടോബർ 7 തൊട്ട് ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുന്ന ഫെബ്രുവരി 11 വരെ ഇത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഇതാ ഈ ഗാസ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അതിന് മറുപടിയായി ഹമാസ് നൽകിയത് ഇതൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്ന ഒരു ഭൂമിയൊന്നുമല്ല, അങ്ങനെ ഒരു ഭൂപ്രദേശമല്ല ഗസ മുനമ്പ് എന്നതായിരുന്നു ഹമാസിന്റെ പ്രതികരണം. പക്ഷേ ഇപ്പോഴും ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇതൊരു റിയൽ എസ്റ്റേറ്റ് ഭൂമി തന്നെയാണ്, ഞങ്ങൾ അവിടെ പുനർനിർമ്മിക്കും, ആ ഭൂമിയെ സ്വപ്നസുന്ദരമായ ഒരു ഭൂമിയാക്കി മാറ്റും, അങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ. അതേസമയം അവിടേക്ക് ഹമാസിന് മടങ്ങിയെത്താൻ അവസരം ഉണ്ടായിരിക്കില്ല, ഹമാസ് ഉൾപ്പെടുന്ന വിഭാഗത്തിന് അറബ് രാജ്യങ്ങളിൽ പാർപ്പിട സൗകര്യം ഒരുക്കും. ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ആണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ള സംവിധാനങ്ങളെപ്പോലും നോക്കുകുത്തിയാക്കുന്നു ഡൊണാൾഡ് ട്രംപ് എന്ന വിമർശനം ഒരു ഭാഗത്തുണ്ട്. ട്രംപ് പറയുന്നത് പോലെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നാണോ ഇത്? ട്രംപ് ആ നിലപാട് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, പക്ഷേ അത് എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നാണോ ശ്രീ ഷാബു പ്രസാദ്? അൺമ്യൂട്ട് ചെയ്ത ശേഷം ഒന്ന് സംസാരിക്കാമോ? പറയൂ. ഇപ്പം ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മിഡിൽ ഈസ്റ്റിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഇന്ന് അമേരിക്കയുടെ പിന്തുണയിലാണ് നിലനിൽക്കുന്നത് തന്നെ. അവരുടെ സൈനിക സപ്പോർട്ടായാലും ശരി, സൈനിക താവളങ്ങളായാലും ശരി, ടെക്നോളജിക്കൽ കോപ്പറേഷൻസ് ആയാലും ശരി, എല്ലാം കൊണ്ടും അത് ഏറ്റവും ശക്തരായ സൗദി അറേബ്യയും ഖത്തറും ബഹ്റൈനും കുവൈറ്റും എല്ലാം നിലനിൽക്കുന്നത് അവരുടെ ആ ഒരു നിലനിൽപ്പിന്റെ തന്നെ ഇന്നത്തെ കാലത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കയുടെ സപ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ തീരുമാനങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും അവർക്ക് വഴങ്ങേണ്ടി വരും. ഒരു കാര്യം ഞാൻ പറയട്ടെ,
ഇപ്പൊ ഈ കഴിഞ്ഞ 1.5 വർഷമായി അവിടെ യുദ്ധം നടക്കും. ഈ ഇവിടെ നമ്മുടെ ഈ TV ചാനലുകളിലൊക്കെ ഇരുന്ന് ഭയങ്കര ചർച്ചയായിരുന്നു. ഈ അറബ് രാജ്യങ്ങൾ നിന്നൊന്ന് മൂത്രം ഒഴിച്ചാൽ മതി, ഇസ്രായേൽ അങ്ങ് ഒലിച്ചു പോകും എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ ഇവിടെ നടന്നു. എന്തേ മൂത്രം ഒഴിക്കാൻ, എന്തേ മൂത്രം മുട്ടിപ്പോയത്, എന്താ ചെയ്യാതിരുന്നു? ഈ കുറച്ച് എതിർപ്പുകൾ അല്ലെങ്കിൽ കുറെ ഒരു പ്രമേയം പാസ്സാക്കല്, കൊന്നുകളയും തിന്നുകളയും എന്നൊക്കെ പറച്ചില്, ഇതല്ലാതെ ഇസ്രായേൽ അവിടെ അവരെന്താണോ ഉദ്ദേശിച്ചത് അവരത് നടത്തുക തന്നെ ചെയ്തു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് അവർ നിസ്സഹായരാണ്. നിസ്സഹായരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അമേരിക്കയെ പിണക്കാനോ അമേരിക്കയും അമേരിക്കയുടെ തീരുമാനങ്ങളെയും പിണക്കാനോ എതിർക്കാനോ അവർക്ക് കഴിയില്ല. അതിനൊരു വലിയ പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രംപിന്റെ ഈ നിർദ്ദേശം അത് പ്രായോഗികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിച്ചാൽ അവർക്കത് പ്രായോഗികമാണ്. അവർ തീരുമാനിച്ചാൽ അത് കാര്യം അറബ് രാജ്യങ്ങൾക്ക് അവ അനുസരിക്കേണ്ടി വരും, അതിന് വഴങ്ങേണ്ടി വരും. അതാണ് അവർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നല്ലേ ശ്രീ ഷാബു പ്രസാദ് മനസ്സിലാക്കേണ്ടത്? കാരണം ഈ നേരത്തെ തന്നെ ഈ ഗസയുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടായപ്പോൾ ഹമാസിന്റെ പ്രതികരണം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം അത്തരം ചർച്ചകൾ താൻ ആരംഭിക്കുന്നു, ജോർദാൻ രാജാവുമായി അടക്കം ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്നു, അത് ആരംഭിച്ചു. അതിന്റെ ഇൻപുട്ടുകൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ കാത്തിരിക്കണം. എങ്കിൽ പോലും അത് തീരുമാനിച്ചുറപ്പിച്ചു ട്രംപ് അമേരിക്ക എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ഒരു കാര്യം ഞാൻ പറയാം. എന്ത് തന്നെയാലും ഇതിൻ്റെ അകത്ത് എതിർപ്പുള്ളത് ആർക്കാണ്? പ്രധാനമായിട്ടും ഹമാസിന് മാത്രമാണ്. ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ സാധാരണ ജനങ്ങളാണ്. ആ സാധാരണ ജനങ്ങളെ മറയാക്കിക്കൊണ്ട്, അവരെ പരമാവധി ഇരകളാക്കിക്കൊണ്ട്, അവരെ പരമാവധി ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, അവരുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് അങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ വിലപേശുക എന്നുള്ള ഒരു രീതിയാണ് ഹമാസ് എന്നും പിന്തുടരുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറയും, ഈ വിയറ്റ്നാം കോളനി സിനിമയില്ലേ, ആ വിയറ്റ്നാം കോളനി സിനിമയിലെ കുറെ ഗുണ്ടകളുണ്ട്. ആ ഗുണ്ടകളുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? ആ വിയറ്റ്നാം കോളനിക്കകത്തെ ജനങ്ങളുടെ നിസ്സഹായതയാണ്. ആ ജനങ്ങൾ ഇല്ലാതായാൽ, ആ ജനങ്ങൾ അവിടുന്ന് മാറിയാൽ, ആ ജനങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ തീർന്നു. അതാണ് ഹമാസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയാണ് ഹമാസിനെ ഇവർ തകർക്കാൻ. എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ഈ ജനങ്ങളെ പൂർണ്ണമായും മറ്റുള്ള രാജ്യങ്ങൾ ഏറ്റെടുക്കുക, 20 ലക്ഷം പേരെയൊക്കെ അങ്ങനെ ഏറ്റെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അതിൽ നിന്ന് താല്പര്യമുള്ളവരെ അവർക്ക് അവിടം വിട്ടുപോകാം, അങ്ങനെയുള്ളവരെ അവിടെ ഏറ്റെടുക്കുക. പക്ഷെ ഹമാസിന് ഈ പുനർനിർമ്മിക്കാൻ പോകുന്ന ഗാസയിൽ സ്ഥാനമുണ്ടാവില്ല എന്ന കാര്യം ഒരു കാര്യമുണ്ട്. ഇവിടെ അത് ഇസ്രയേലും അമേരിക്കയും ഉറപ്പിക്കും. ഇത് അന്ന് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് നടന്നതുപോലെയുള്ള ഒരു ഭീകരാക്രമണം ഇനിയും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ അതെത്ര അസാധ്യമെന്ന് തോന്നാവുന്നതാണെങ്കിലും അവർ എടുക്കുകയും ചെയ്യും, നടപ്പാക്കുകയും ചെയ്യും. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ഒ അബ്ദുള്ള, ഈ ചർച്ച നടക്കുമ്പോൾ ടെലിവിഷന്റെ ഒരു സ്ക്രീനിൽ ഈ തകർന്നടിഞ്ഞ ഗാസയുടെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ നിന്ന് പലായനം ചെയ്തവർ, അവർ തിരികെ എത്തിയവർ ഒക്കെ ഒരു പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ, അവശിഷ്ടങ്ങൾ, അതിനടിയിൽ പെട്ടുപോയവർ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ, എല്ലാ രേഖകളും നഷ്ടപ്പെട്ടവർ, എല്ലാ സമ്പാദ്യവും ഇല്ലാതായവർ, അങ്ങനെ ഒരു ജനത ആണ്. അവരെ പുനർനിർമ്മിക്കും, ഗാസയെ വീണ്ടെടുക്കും. പക്ഷേ അവിടെ ഹമാസിന് ഇടമുണ്ടാകില്ല എന്ന് ട്രംപ് പറയുന്നു. അതോടൊപ്പം ഇസ്രയേലും പറയുന്നുണ്ട്. ഹമാസിന്റെ ശക്തി ഏതാണ്ട് ക്ഷയിച്ചു കഴിഞ്ഞു എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. അല്ലായെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല, പ്രതിരോധിക്കാൻ സാധിക്കില്ല, ചെറുത്തു നിൽക്കാൻ സാധിക്കില്ല. ഏതാണ്ട് ഹമാസ് പൂർണ്ണമായും കീഴടങ്ങി എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ അവിടെ പുനർനിർമ്മിക്കും ഞങ്ങൾ എന്ന് അമേരിക്ക പറയുകയാണ്. അമേരിക്കയ്ക്ക് ആ സ്വാതന്ത്ര്യമൊക്കെ ആര് കൊടുത്തു എന്നതൊക്കെ എന്തുമാകട്ടെ, പക്ഷെ ഇതിനെ ചെറുക്കാൻ ഹമാസിന് വാക്കുകൾക്കപ്പുറത്ത് എങ്ങനെ സാധിക്കും ശ്രീ ഒ അബ്ദുള്ള? ഹമാസ് ഫീനക്സ് പക്ഷികളെ പോലെ ചാരത്തിൽ നിന്ന് ആകാശത്തിന്റെ അനന്തതയിലേക്ക് മധ്യധരണിയായിയുടെ മുകളിലൂടെ പാറിപ്പറക്കുന്ന കാലം അതിവിദൂരമല്ല. കാരണം ഹമാസ് വിശ്വസിക്കുന്നതായ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അത് ഇസ്ലാമാണ്. ഇതിനേക്കാൾ വലിയ താത്താരികളുടെ ആക്രമണം, താത്താരികൾ ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവനും കീഴടക്കേണ്ട മംഗോളിയരാണ് താത്താരികൾ എന്നാണ്.
അവിടെ ഓരോ പ്രദേശവും കീഴടക്കിക്കൊണ്ട് കടന്നു വന്നിട്ട് അവസാനം ഐൻ ജാലൂത്ത് എന്ന് പറയുന്നതായ ഒരു പ്രദേശം, ആ പ്രദേശത്ത് അന്ന് ഭരിക്കുന്ന ഒരു സ്ത്രീയാ, ഷജറത്ത് ദുർറ എന്ന പേര്. ആ സ്ത്രീയുടെ നേതൃത്വത്തിൽ അവർ അണിനിരന്നു. അങ്ങനെ ഈ ചെങ്കിസ് ഖാന്റെ പേരക്കുട്ടിയാണ് ഹുലാക്കു ഖാനാണ് അവിടെ അന്ന് ഭരണാധികാരി ഉണ്ടായത് മംഗോളിയരുടെ. അവരെ ചെറുത്ത് തോൽപ്പിച്ച് ഐൻ ജാലൂത്ത് നിന്ന് പരാജയപ്പെടുത്തി ഓടിച്ചിട്ട് പിന്നെ മംഗോളിയക്കാർ തിരി നോക്കിയിട്ടില്ല എന്ന ചരിത്രം താങ്കളുടെ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുക. ഇവരിനി ഒരിക്കലും നീക്കൂല, അവരെ എഴുന്നേൽക്കൂല, അവർ പരാജയപ്പെടുത്തില്ല എന്നൊക്കെ ചരിത്രം വായിക്കണം. ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയ ദുർഘട സന്ധികളിലൂടെ കടന്നു വന്നതായ ഒരു വിശ്വാസ പ്രമാണം അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിൽ വിശ്വസിക്കുന്നതാണ് ഹമാസ്. ഞാൻ ഇസ്ലാമിന് പിന്നെ പറയാൻ കാരണം ഹമാസിന്റെ വ്യത്യസ്തമാക്കുന്നത് അവർ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നവരാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ PLO, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പോലെ പലതുണ്ട്. അതൊക്കെ അമേരിക്ക വിചാരിച്ചാൽ അവർക്ക് കീശയിലാക്കാൻ കഴിയുന്നവരും ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്നവരാണ്. ഇവരാവട്ടെ ആൺകുട്ടികളാണ്, അവർ ഒരു നിലക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ വളരെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ താൽക്കാലികമായ അമേരിക്കയുടെ മുഴുവൻ ശക്തിയും അമേരിക്കക്ക് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കക്കെതിരെ അമേരിക്ക യൂണിവേഴ്സിറ്റികളിലും അമേരിക്ക തെരുവുകളിലും അവരുടെ ഈ വിദേശ നയം മധ്യപൗരസ്ത്യ ദേശത്ത് തെറ്റായ ഭീകരമായ കുറ്റകരമായ ഹീനമായ നീചമായ നടപടികൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ അമേരിക്കയാണോ ഈ ഇവിടെ കീഴടക്കാൻ പോകുന്നത്? തീർച്ചയായും ഞാൻ താങ്കളെ തടസ്സപ്പെടുകയോ ഇടപെടുകയോ ഒന്നുമല്ല. താങ്കൾ പറയുന്നത് പോലെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ ദയവായി ഞാൻ എന്റെ ചോദ്യത്തിലേക്ക്, അതായത് നമ്മുടെ കേരളത്തിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലസ്തീൻ ഐക്യദാർഢ്യവുമായി കേരളത്തിൽ പ്രതിഷേധ സംഗമങ്ങൾ നടന്നിട്ടുണ്ട്. താങ്കൾ ഈ പറയുന്നത് പോലെ അമേരിക്കയിലും ഇത്തരം പ്രതിഷേധങ്ങളുണ്ട്. പക്ഷേ ഇത് താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിലും ഇത് ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണല്ലോ. ആ ശക്തികളും ആൾബലവും അംഗബലവും ഒക്കെ പരിശോധിക്കുമ്പോഴാണല്ലോ ഇതിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ ഹമാസ് ഉയർത്തെഴുന്നേൽക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പ്രക്ഷോഭങ്ങൾ, തിരിച്ചുവരവുകൾ ഒക്കെ ലോകം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അവനാ ശരിക്കൊരു മിനിറ്റ് വേണേ. അതാണ് ഞാൻ ഈ ഇത്തരത്തിലുള്ള എല്ലാവിധ അപ്പൊ അഫ്ഗാനിസ്ഥാൻ ഈ ഒരു അപരിഷ്കൃത രാഷ്ട്രം എല്ലാ അർത്ഥത്തിലും, ആ രാജ്യത്തിന് സോവിയറ്റ് യൂണിയൻ അവിടെ അന്നത്തെ സോവിയറ്റ് യൂണിയൻ അന്നത്തെ റഷ്യ അവരവിടുന്ന് ഓടിയ ഓട്ടെന്താ? ഇന്നും അവിടെ പുല്ല് മുളച്ചിട്ടില്ല. ആ വഴിയിൽ എന്തൊരു ശക്തിയായിരുന്നു, ലോകത്തെ രണ്ടാമത്തെ ശക്തി. അഫ്ഗാനികളോ അവരുടെ അടുക്കളയിൽ കറി മുറിക്കുന്ന ആ കത്തി കൊണ്ടാണ് അവർ നേരിട്ടത്. എന്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല? ഇത്തരത്തിലുള്ള എന്തെല്ലാം സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ അമേരിക്ക ആനയാണ്, അമേരിക്ക കുതിരയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നതായ വിവരക്കേടിനോട് എനിക്ക് ഭയങ്കര ബഹുമാനം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിശ്വാസ പ്രമാണമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാലൊന്നേ ഉള്ളൂ, യുദ്ധത്തിൽ പരാജയമല്ല. ഒന്നുകിൽ അവർ രക്തസാക്ഷികളായി നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. ഒരു വാക്കുകൂടി, പൂർവീകങ്ങൾ നിങ്ങൾക്ക് സാധാരണ കേൾക്കുന്നുണ്ടാവും, സ്വർഗീയ സ്ത്രീകളെ പറ്റിയ അവരെ പോയി പ്രാപിക്കാനുള്ള അവസരം അല്ലെങ്കിൽ വിജയം ഈ ഭൂമിയിൽ. ഞാനൊക്കെ അതാ കാത്തിരിക്കുന്നത്. തീർച്ചയായും ഞാൻ ഒരു സംശയം കൂടി, താങ്കൾ പറയുന്ന ഇസ്ലാമിക മതത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക ആദർശങ്ങളെ പിന്തുണയ്ക്കുന്ന ഒട്ടനവധി രാജ്യങ്ങളുണ്ടല്ലോ. ഇതേ ഗാസയ്ക്കും പലസ്തീനും ഒക്കെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, അവരും പിന്തുടരുന്നത് ഇസ്ലാമിക ആദർശങ്ങളാണല്ലോ. എന്തുകൊണ്ട് അവരുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നില്ല? ഹമാസിന് പൂർണ്ണമായ ഒരു ഐക്യപ്പെടാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞുകൂടാ. അവരൊക്കെ മുസ്ലിം വീടുകളിൽ മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചതായ മുസ്ലിങ്ങൾ എന്നല്ലാതെ ഹമാസിനെ പോലെ ഇസ്ലാമിക ആ ദർശനത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും ഈ ലോകത്തിലെ സാധാരണ നശ്വരമായ ജീവിതം അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഒരു കോസിന് വേണ്ടി പോരാടാൻ തയ്യാറെടുത്തവരല്ല. അവർ നേരത്തെ എത്രയോ കാലം സാമ്രാജ്യത്വത്തിന്റെ നുകത്തിൻ കീഴിലായിരുന്നു മധ്യപ്രദേശം. ഗൾഫ് രാജ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അവർ ബ്രിട്ടീഷത്തിന്റെ കീഴിലാണല്ലോ ഉണ്ടായിരുന്നത്. ഈ രാജ്യങ്ങളൊക്കെ തന്നെ ബ്രിട്ടന്റെയും മറ്റ് ജർമ്മൻ മുതലായ രാജ്യങ്ങളുടെ കോളനികളാണ്. അവരിപ്പോ തൽക്കാലം അവർ പോയിട്ടേ ഉള്ളൂ. അവർ സ്വന്തം കാലിൽ നിൽക്കാൻ വരുന്നേ ഉള്ളൂ. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ ഭരണാധികാരികൾക്ക് തീരുമാനിക്കാനുള്ളതല്ല, അവിടെ ജനത ഉണ്ട്.
താങ്കൾ നേരത്തെ സംസാരിച്ച ആള് ഈ ജനതനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ആ ജനത ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്, അറബ് ജനത. അവരിപ്പോ ഇതിനെ നേരിടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തെളിവാണല്ലോ ഈ പറയുന്ന ലോകത്തെ ഏറ്റവും വലിയതായ ചാരസംഘടന എന്നും ഈ പിന്നെ ഭൂമിയുടെ പൊക്കിളും അട്ടന്റെ കണ്ണും ഒക്കെ കണ്ടവരാന്ന് പറഞ്ഞതാ ഇസ്രായേൽ. 1500 ആളെ കൊന്നിട്ട് അവരറിഞ്ഞോ? എല്ലാം ചത്ത് മലച്ചതിന് ശേഷമല്ല അറിഞ്ഞത്. ഒരു കഴിവ് അവർക്കില്ല എന്നല്ല ഇതിനർത്ഥം. എന്താ മനസ്സിലാക്കേണ്ടി? അതുകൊണ്ട് ആ വലുപ്പത്തോടെ നിന്നോട്ടെ. ഇസ്രായേലിന് മര്യാദക്ക് അവിടെ ജീവിക്കേണ്ടിണ്ടെങ്കിൽ അറബികളുമായിട്ട് സൗഹാർദ്ദത്തിൽ എത്തുക. അല്ലെങ്കിൽ അവരുടെ തന്നെ വേദഗ്രന്ഥം പറഞ്ഞ എന്താ, 12 ഗോത്രങ്ങളാണുള്ളത്. ഇപ്പൊ വേദഗ്രന്ഥത്തിലുള്ള വാചകം നമ്മൾ അവരോട് പറഞ്ഞു, അങ്ങനെ ഫജറത്ത് മിൻഹു ഇസ്രത്തായ ഖുർആനെ പറ്റി പറഞ്ഞു. 12 ഗോത്രങ്ങളാണ് ഈ ഇസ്രായേൽ ജനത. ഇത് 13ാമത്തെ ഗോത്രം എവിടെ നിന്നുണ്ടായതാ? ഏരാണ് ഈ ജൂതന്മാര്? നേരത്തെ അറിയപ്പെടുന്ന ജൂതവംശമായിട്ട് യാതൊരു ബന്ധമില്ലാതെ അവിടുന്ന് ഇവിടുന്നും ഇമിറ്റേഷൻ ജൂതന്മാരായിക്കൊണ്ട് പോളണ്ടിൽ നിന്നും ഒക്കെ ഒന്ന് കുടിയേറിപ്പറത്തവരാ. അവരുടെ രക്ഷിതാക്കൾ പോലും ജൂതന്മാരല്ല. അവരിങ്ങനെ ഒരു അവസരം. നമ്മൾ ഈ മതരാഷ്ട്രവാദത്തിലൊക്കെ അങ്ങേറ്റം എതിർക്കും. ജൂതന്മാരത് ചെയ്യാമെങ്കിൽ നമുക്കൊരു എതിർപ്പില്ല. നമ്മൾ ഇന്ത്യയിലൊക്കെ തന്നെ നമ്മൾ അത്തരം രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഭയങ്കരമായി എതിർക്കും നമ്മൾ. പക്ഷെ ഇവർ ചെയ്യുകയാണെങ്കിൽ അത് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് അതൊന്നും നിലനിൽക്കൂല. ഒരു പേടി മുസ്ലിങ്ങൾക്കില്ല. ഇസ്ലാം അജയ്യമാണ്. അല്ല, നമ്മളങ്ങനെ മുസ്ലിങ്ങൾക്ക് എന്നൊക്കെ പരത്തി പറയേണ്ടതുണ്ടോ അബ്ദുള്ള? ജയിക്കാൻ കഴിയും. അത് ഹമാസിന്റെ ഒരു വികാരത്തെ നമ്മൾ ലോകത്തെ മുസ്ലിങ്ങളുടെ വികാരമായി കണക്കാക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് തീർച്ചയായും എന്നെ പോലത്തെ അത് കണക്കാക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അത് കണക്കാക്കാത്ത നല്ലൊരു വിഭാഗം മുസ്ലിങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ അത് കണക്കാക്കുന്നവരാണ്. ശരി, അത് താങ്കളുടെ സ്വാതന്ത്ര്യമാണ്. തീർച്ചയായും ഇന്ത്യയെ പോലൊരു രാജ്യത്ത് തീർച്ചയായും അങ്ങനെ മതസ്വാതന്ത്ര്യമുണ്ട്. സ്വാഭാവികമായും ഇവിടെ എൻ്റെ സുഹൃത്ത് എന്നതുകൊണ്ട് ഷാബു പ്രസാദിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ജാതിയോ മതമോ അല്ലെങ്കിൽ ബൈബിളാണോ ഭഗവത്ഗീതയാണോ ഖുറാനാണോ പിന്തുടരുന്നത് എന്ന് നോക്കി ഒന്നുമല്ല സുഹൃത്തുക്കളെ നിശ്ചയിക്കുന്നത്. അതിനു മുമ്പ് സജിമോൻ ആന്റണി ഇടയ്ക്കൊന്ന് സംസാരിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിരുന്നു. ശ്രീ സജിമോൻ ആന്റണി. എനിക്ക് 2 കാര്യങ്ങളിൽ രണ്ടുപേരും പറഞ്ഞ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ശ്യാമപ്രസാദ് പറഞ്ഞ ഈ ഒരു ട്രംപിന്റെ ഐഡിയോളജി ഗാസയെ എടുത്ത് ക്ലീനപ്പ് ചെയ്ത് പാലസ്തീൻ നല്ല ആൾക്കാരെ ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് അല്ലെ ജോർദാനിലേക്ക് പോകുന്ന ഒരു ഐഡിയയെ ഹമാസ് മാത്രമല്ല എതിർക്കുന്നത്. അമേരിക്കയുടെ സഖ്യകക്ഷികളായ ജോർദനും ഈജിപ്തും സൗദിയും ഖത്തറും എല്ലാം ഒരുപോലെ ആ ഐഡിയോളജിക്ക് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ അനുകൂലിച്ചിട്ടില്ല. എന്നാൽ അവർ അണ്ടർ പ്രഷറിലാണ്. അതൊരു ചെറിയൊരു കറക്ഷൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്, സ്ട്രാറ്റജിയിൽ എന്തുകൊണ്ടൊരു ഷിഫ്റ്റ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒക്കെ അഫ്ഗാനിസ്ഥാന്റെ കാര്യമൊക്കെ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ പോയി ഇടപെട്ടതിന് ശേഷം തിരിച്ചു വന്നപ്പം ഇപ്പോൾ അത് എങ്ങനെയായിരുന്നു അതിനേക്കാളും വേഴ്സ് ആയിട്ട് ഈ താലിബാന്റെ കയ്യിൽ തന്നെയാണ് അത് പോയത്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാതിരിക്കാനും കൂടി ആയിരിക്കാം ട്രംപിന്റെ ഈ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ഐഡിയ. അതായത് ഞങ്ങൾ എടുത്ത് ക്ലീനപ്പ് ആക്കിച്ചിട്ട് ഈ പ്രശ്നക്കാരെ മറ്റ് ഏരിയയിലേക്ക് അസിമുലേറ്റ് ചെയ്യട്ടെ എന്നൊരു ഐഡിയയിലേക്ക് വരാനുള്ള ഒരു റീസണും കൂടെ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്, എന്റെ സഹപാനലിസ്റ്റ് പറഞ്ഞ ശ്രീ അബ്ദുള്ള പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായിട്ടും വിയോജിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് ഹമാസ് ഇസ്ലാം ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാ ഇസ്ലാമിക് ആ റിലീജിയനിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്നൊരു തരത്തിലാണ് സംസാരിച്ചത്. എന്റെ അറിവില് 100% 98% മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവരും നല്ല ആൾക്കാരാണ്, അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. 2-3 ചെറിയൊരു പെർസെന്റേജ് ആണ് ഈ എപ്പോഴും പ്രശ്നങ്ങളിൽ വരുന്നത്. അപ്പം അതിനെ ഒന്നടങ്കം ആ മതവുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ തീരുമാനമായിരിക്കാം. ഇവിടെ നിന്ന് നോക്കി കാണുമ്പോഴത്തേക്കും ഇതൊരു മതപരമായ ഒരു കാര്യമല്ല. അത് തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും, അത് ഹിന്ദുക്കൾ ചെയ്താലും ക്രിസ്ത്യാനികൾ ചെയ്താലും മുസ്ലിംകൾ ചെയ്താലും ആര് ചെയ്താലും അത് തെറ്റാണ്. അതിനകത്ത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഒക്ടോബർ 7-ാം തീയതി ഒരു രാത്രിയിൽ നുഴഞ്ഞു കയറി വന്ന ഏകദേശം 1600-1500 പേരെ കൊന്നതിനെ നമുക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അത് ഏത് മതത്തിലുള്ള ആൾക്കാരാണെങ്കിലും എന്നുള്ളതോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു പോയിന്റില്. ശ്രീ ഒ അബ്ദുള്ള, എനിക്ക് ഷാബു പ്രസാദിലേക്ക് വളരെ പെട്ടെന്ന് പോകണം. അല്ല, 1/2 മിനിറ്റ് എനിക്ക്. അതായത് ഞാൻ ഇതില് മതത്തിനെ വലിച്ചു കൊണ്ടുവന്നതല്ല. ഹമാസ് സംഘടിച്ചത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാണ്. ആ അതിന് വാക്കിന്റെ അർത്ഥം തന്നെ അതാ മുഖാവമത്ത് എന്നാണ്. ഇതിനെ ഇസ്ലാമികമായി നേരിടാനുള്ള പ്രതിരോധ ശക്തി. അതുകൊണ്ടാണ് ഞാൻ അതിന് ഇസ്ലാമികമായ എന്ന് പറയാൻ കാരണം. അതിന് മുമ്പ് എത്രയോ സംഘടനകൾ ഉണ്ടായിരുന്നു. ആ സംഘടനകൾക്കൊന്നും ഇസ്ലാമിക സ്പിരിറ്റോ ആത്മാർത്ഥതയോ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാം കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? താങ്കൾക്ക് കേൾക്കാമോ?
അപ്പോൾ ഇവര് ഈ ഹമാസ് ഒരു പ്രത്യേകമായ ഒരു ഇസ്ലാമിക മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചത് ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് മതത്തെ കൊണ്ടുവരാൻ കാരണം. മറ്റവര് പേരിന് മാത്ര ഇപ്പൊ ഇവിടെ ഒരു ഒരു മതവിഭാഗം RSS അവര് ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഇവിടെ മറ്റുള്ളൊരു ഹിന്ദുക്കളെല്ലാം ചോദിച്ചാൽ എന്താ മറുപടി പറയാ? അവരതിന് വേണ്ടി ഒഴിഞ്ഞിട്ടവരാണ്, അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായതാ. അതിൽപ്പെട്ടതാണ് ഹമാസ്. അതുകൊണ്ടാണ് അതിൽ മതത്തെ കൊണ്ടുവരാൻ കാരണം. വ്യക്തമാണ് താങ്കൾ പറഞ്ഞത്. അവിടെ ശ്രീ ഷാബു പ്രസാദ് ഈ സൂചിപ്പിക്കുന്ന പോലെ ലോകക്രമം എന്നത് തന്നെ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഇന്നലകൾ പരിശോധിച്ചാൽ ചില രാജ്യങ്ങൾ വലിയ ശക്തി കാണിക്കും, പിന്നീട് അതിൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാം. എവിടെയെങ്കിലുമൊക്കെ എപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നത് വസ്തുതാപരമാണ്. അത് ചരിത്രം പരിശോധിച്ചാൽ ഇവിടെ ഇതാ ഒരു സമാധാനത്തിൻ്റെ സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അത് സുസ്ഥിരമായ സമാധാനത്തിൻ്റെ സാഹചര്യമാണ്, അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് താൻ നടത്തുന്നത് എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ അവിടെയാണ് ശ്രീ ഒ അബ്ദുള്ളയെ പോലെയുള്ളവർ വിയോജിക്കുന്നത്. കാരണം കൃത്യമായൊരു പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് ഹമാസ്. അവർക്ക് പരാജയമുണ്ടായേക്കാം, പക്ഷേ ആ ജനതയെ വിശ്വാസത്തിലെടുക്കാൻ, അല്ലെങ്കിൽ ഗാസ പുനർനിർമ്മിച്ചാൽ അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ട്രംപിനോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഒന്നും സാധിക്കില്ല. അവിടേക്ക് എപ്പോഴും ഈ ഹമാസ് ആശയങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും, അത് കൂടുതൽ ശക്തി പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന വിശ്വാസം പുലർത്തുന്നുണ്ട് ഇത്തരം ഒ അബ്ദുള്ളയെ പോലെ നിരീക്ഷിക്കുന്നവർ. ആ ഗാസയിലെ, ആ പാലസ്തീനിലെ ആ ജനതയിൽ നിന്ന് ഈ ഹമാസ് എന്ന് പറയുന്ന ആ കൂട്ടത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ സമാധാനം വന്നു കഴിഞ്ഞു. പിന്നീട് ആ ഹമാസ് ഇല്ലാത്ത ഗാസ എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരവും സമാധാനപൂർണവുമായ ഒരു പ്രദേശമാണ്. വളരെ വളരെ ലളിതമാണൊക്കെ, വളരെ വളരെ ലളിതമാണ്. ഞാൻ ഒന്നുകൂടി ഒന്ന് ഇടപെടുന്നത് ശ്രീ ഷാബു പ്രസാദ്, ഈ ഹമാസിനെ അവിടുത്തെ ജനത തന്നെയാണല്ലോ അംഗീകരിച്ചത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത് അഭിലാഷേ. അല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അരവാക്ക് ഷാബു പ്രസാദ് പറഞ്ഞതിന് ശേഷം ഞാൻ തീർച്ചയായും താങ്കളിലേക്ക് എത്താം. പറഞ്ഞു തീർക്കും. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ കോൺഗ്രസ് എന്നിട്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ, ആ വിയറ്റ്നാം കോളനി സിനിമയിലെ പോലെ അവിടുത്തെ ആ പാവ ജനങ്ങളെ പോലെ അവർ നിർബന്ധിതരാവുകയാണ്. ഇവരെ ബന്ധുക്കളാക്കി വെച്ചുകൊണ്ട് ഇവരെ ആ ഒരു തുറന്ന ജയിൽ പോലെയുള്ള ഒരു അവസ്ഥയിൽ അവർ അതിന് വിധിക്കപ്പെട്ടു പോയി. ആ ഒരു അവസ്ഥയിൽ എത്തിപ്പോകുമ്പോൾ വേറെ നിവൃത്തിയില്ല അവർക്ക്. അതേസമയം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇല്ല, പട്ടാളരെ സേവിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ആ സേവകൻ നടക്കുന്നത് മാതിരി. അതേസമയം ഈ ഹമാസ് എന്ന് പറയുന്ന ഈ സംഭവം അവിടെ ഇല്ല എങ്കിൽ അവിടെ യാതൊരു പ്രശ്നവുമില്ല. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, ഇവിടെ ഈ അബ്ദുള്ള എന്ന് പറയുന്നല്ലോ, ഹമാസ് എന്ന് പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാമിക പാരമ്പര്യം പിന്തുടരുന്നവർ. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഹമാസിനെ ഒരൊറ്റ ഇസ്ലാമിക രാജ്യവും ഏറ്റെടുക്കാത്തത്? നിങ്ങൾ ഇങ്ങോട്ട് പോരൂ. അവിടെ കാര്യം മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞത് മുഴുവനും ഇസ്ലാമിക രാജ്യങ്ങളാണ്, മുഴുവനും. ഈ എന്തുകൊണ്ടാണ് ചെയ്യാത്ത കാര്യം? പണ്ടൊരിക്കലും അനുഭവിച്ചിട്ടുള്ളതാണ് കാര്യം. ജോർദാനൊക്കെ ഇതിനെ എതിർക്കുന്നതിൻ്റെ അകത്ത് ഒരു വലിയ ന്യായമുണ്ട്. എന്താ പറഞ്ഞാൽ PLOയുടെ ആസ്ഥാനമായിരുന്നു ജോർദാൻ, PLOയുടെ ആസ്ഥാനമായിരുന്നു. അവരെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാതെ ഒടുവിൽ അവിടെ നിന്ന് അമ്മാനിൽ നിന്ന് അവർ വിമാനം തട്ടിക്കൊണ്ടു പോവുക, അവിടെ കൊണ്ടിറക്കുക, എന്നിട്ട് ആ വിമാനം കത്തിക്കുക, ഇങ്ങനെ ശല്യം സഹിക്കാൻ വയ്യാതെ ഒടുവിൽ ഒരു സൈനിക നടപടിയിലൂടെയാണ് ഇവരെ അവിടുന്ന് ഒരു സെപ്റ്റംബർ മാസത്തിൽ അതിന് ബ്ലാക്ക് സെപ്റ്റംബർ എന്നാണ് പറയുന്നത്. ആ സൈനിക നടപടിയിലൂടെ PLOയെ അവിടുന്ന് അടിച്ചോടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവിടുന്ന് അടിച്ചിറക്കിയ PLOയെ ഒരൊറ്റ രാജ്യം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പിന്നെ അവരുടെ ആസ്ഥാനം ടുണീഷ്യയിലേക്ക് മാറ്റുകയായിരുന്നു. അതാണ് കാര്യം. ഈ ഹമാസിനെ കൊണ്ടുവന്ന് പാർപ്പിച്ചാൽ, ഹമാസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതാണ് ഗതി എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ ആശങ്കയും. ഇപ്പൊ ജോർദാന്റെ ആയാലും ഈജിപ്തിന്റെ ആയാലും. പിന്നെ ഇദ്ദേഹം പറഞ്ഞല്ലോ അറബ് രാജ്യങ്ങളുമായി സൗഹൃദത്തിൽ കഴിഞ്ഞാൽ ഇസ്രായേലിനെ കൊള്ളാം. അവർ നല്ല സൗഹൃദത്തിൽ തന്നെയാണല്ലോ. അന്ന് ഒരു കാര്യമുണ്ട്, ഇസ്രായേലിനെ ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് തുടച്ചു നീക്കും എന്ന് പറഞ്ഞ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത രാജ്യങ്ങളാണ് ജോർദാനും ഈജിപ്തും ലെബനനും ഒക്കെ. ആ ജോർദാനും ഈജിപ്തും ഇന്ന് ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത വ്യാപാര പങ്കാളികളാണ്, ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യങ്ങളുമാണ് ഈജിപ്തും ജോർദാനും. അതേപോലെ തന്നെ UAE. അങ്ങനെ ഏതാണ്ട് എല്ലാ അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായി അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവർക്ക് അതിൻ്റെ അകത്ത് താല്പര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 1.5 വർഷം അവിടെ നടന്ന ഇത്ര വലിയൊരു യുദ്ധത്തില് ഇടയ്ക്ക് പേരിന് ഓരോ പ്രതിഷേധം പറയും എന്നുള്ളതല്ലാതെ അവർ ഒരു കാര്യത്തിനും അനങ്ങാതിരുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അവർക്ക് ഇസ്രായേലുമായി നല്ല ബന്ധം വേണം. അവർക്കറിയാം ഈ ഹമാസ് എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട വർഗമാണ്. അവർക്കറിയാം, എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കും അറിയാം, ഈ ലോകത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും അറിയാം. ഈ കേരളത്തിൽ ഈ അബ്ദുള്ളയെ പോലെയുള്ള കുറെ എണ്ണം പറയുന്നു എന്നുള്ളതല്ലാതെ ഈ തലയ്ക്ക് വിവരമുള്ള തലയ്ക്ക് ബോധമുള്ള മുസ്ലിങ്ങൾ ഈ ലോകത്തുണ്ട്. അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരൊറ്റ മുസ്ലിം രാജ്യവും ഈ വർഗത്തിനെ ആ പ്രദേശത്തോട് അടുപ്പിക്കാത്തത്. ഞാൻ അതിനു മുമ്പ് ഇപ്പോൾ ശ്രീ ഫക്രുദ്ദീൻ അലി കൂടി നമ്മുടെ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഒരു പക്ഷേ താങ്കൾ കേട്ട് കാണില്ലായിരിക്കാം, ഞാൻ ഈ ഹമാസിനെ പോലെയുള്ള ഒരു ശക്തി ഇനി ഹമാസിന് ഗസയിലേക്ക് കൂടുതൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായാൽ അതിനെ ചെറുക്കാനുള്ള ശേഷിയുണ്ടോ എന്ന സംശയം ആരാഞ്ഞപ്പോൾ ശ്രീ ഒ അബ്ദുള്ള അതിന് മറുപടി നൽകിയത്, ഹമാസ് എന്നത് ഇസ്ലാമിക ആദർശത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, അത് തിരികെ വരിക തന്നെ ചെയ്യും, ഹമാസ് കൂടുതൽ ശക്തിയാർജിക്കും, ഇസ്ലാമിക പിന്തുണ ഹമാസിന് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം കൂടിയാണ് ഉള്ളത് എന്നുള്ളതാണ്. താങ്കൾ ആ നിരീക്ഷണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ശ്രീ ഫക്രുദ്ദീൻ അലി? ഉണ്ടയാണ് എന്തോന്ന് ഇസ്ലാമിക ആദർശം അവർ ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ഭാഗമായിട്ട് വന്ന് PLO വെറുതെ വേൾഡിൽ വളരെ പരസ്യം വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ഓർഗനൈസേഷനായ PLO, ആ PLOയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഓസ്ലോ കരാറിനെ താക്കാൻ വേണ്ടിയിട്ട് ഈ ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്രായേലി വലതുപക്ഷക്കാരുടെ കോടാലി കൈയായിട്ട് വന്ന് ഇവനൊക്കെ എന്തോന്ന് ഇസ്ലാമിക ബന്ധമാണ്. അതിനുശേഷം അവർ ചിലപ്പം തെറ്റിയുണ്ടാവില്ല, തെറ്റിയെന്ന് അഭിനയിക്കുന്നുണ്ടാവും. അവരെയൊക്കെ ഇസ്ലാമിസ്റ്റുകളായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ ഇസ്ലാമിന് വേറെ എന്തെങ്കിലും നിർവചനം കൊടുക്കേണ്ടി വരും. കാരണം അവരുണ്ടാക്കിയ അത്രയും ദ്രോഹമാണ്. എന്നാൽ PLOയുടെ സമയത്ത് ആ ഒരു ഓസ്ലോ കരാർ നിലവിൽ വന്ന് കാര്യങ്ങൾ തരക്കേടില്ലാതെ പോകുന്ന സമയത്താണ് ബെഞ്ചമിൻ നെതന്യാഹുവിനൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സാധനം ഇതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായിട്ട് വന്നത്. അപ്പം ഇനി അവർക്ക് ഇസ്ലാമിക കേസാണ് അവർക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൊസാദിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവിടെ ഒരു സെപ്പറേറ്റ് ഓർഗനൈസേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഈ ഇസ്ലാമിക കേസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രവാചകന്റെ കാലത്തിന് തൊട്ട് പിന്നെ തുടങ്ങിയതാണ് ഈ അടി. അത് ആദ്യമൊക്കെ ആദർശത്തിന്റെ പുറത്തായിരുന്നു, പിന്നെ അത് വംശീയമായി, പിന്നെ പല ഖലീഫമാരായി, ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതിന് ഉള്ളിൽ തന്നെ ഇവർ തന്നെയാണ് തകർത്തത് ഇങ്ങനെയുള്ള കുറേ ആളുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയായിട്ട് ഞാൻ ഈ ഹമാസിനെ കാണുന്നുള്ളൂ. നമുക്ക് വേണ്ടത് അവിടെ ഒരു പരിഹാരമാണ്. ആ പരിഹാരം കാണേണ്ട സമയത്ത് നമ്മൾ റിയലിസ്റ്റിക്കലായി ചിന്തിക്കണം. ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ ഈ അറബ് രാജ്യങ്ങൾ പല ഘട്ടത്തിൽ ഇസ്രായേലിനോട് ഏറ്റുമുട്ടിയതാണ്. ഈ ഏറ്റുമുട്ടിയിട്ട് അവരോട് പരാജയപ്പെട്ടു. പഴയ കാലത്ത് യുദ്ധനീതി അനുസരിച്ച് പരാജയപ്പെട്ടവനൊന്നും കിട്ടില്ല. പക്ഷേ ഇത് ആധുനിക ജനാധിപത്യ സംവിധാനമായതുകൊണ്ടാണ് ഈ പറയുന്നതിൻ്റെ മാതിരി ഒരു പലസ്തീൻ എന്നുള്ള ഒരു ആശയം ഇപ്പോഴും കുറച്ച് രീതിയിലെങ്കിലും നിലനിൽക്കുകയും ഒരു കൂട്ടക്കൊലയിലേക്ക് ഒന്നും പോകാതിരിക്കുകയും ചെയ്യുന്നത്. ആ കൂട്ടക്കൊല നടത്താനുള്ള ശേഷി ഇസ്രായേലിനുണ്ട്. ഇവരാരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇസ്രായേലിന് സപ്പോർട്ടായിട്ട് അമേരിക്കയാണ്. അമേരിക്കയുടെ മിലിറ്ററി കേപ്പബിലിറ്റിനെ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ള ഒരു രാജ്യവും ഇന്ന് ഭൂമുഖത്തില്ല. ബാക്കിയെല്ലാം കടലാസ് പുലികളാണ്. അന്നത്തെ സോവിയറ്റ് റഷ്യ ഉൾപ്പെടെയുള്ള ആളുകൾ കടലാസ് പുലികളാണ്. പിന്നെ അറ്റോമിക് ആയുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചാൽ പിന്നെ ലോകത്താരും ബാക്കി ഉണ്ടാവുകയില്ല. അപ്പോൾ റിയലിസ്റ്റിക്കലായി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ എബ്രഹാമിക് അക്കോർഡ് പോലെയുള്ള കാര്യങ്ങൾക്ക് പൊതുവെ ഇസ്ലാമിക ലോകത്ത് അത്യാവശ്യം നമ്മളെക്കപ്പോലുള്ള ആളുകൾ അതിനൊരു സപ്പോർട്ട് നൽകുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും ഈ പ്രശ്നം തീർക്കണ്ടേ? നമുക്ക് എല്ലാ കാലം ഒരു ബാബറി മസ്ജിദ്, ഒരു പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ മുസ്ലിങ്ങൾ മൊത്തം പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമോ? അവിടെ ബാക്കി പാവങ്ങൾക്കെങ്കിലും സ്വസ്ഥമായി ജീവിക്കണ്ടേ? അപ്പൊ ഇപ്പോൾ അതിന്റെ ഒരു മേൽക്കൈ ഉള്ളത് ഇസ്രായേലിന് തന്നെയാണ്. ഇവർ പല രീതിയിൽ ശ്രമിച്ചു നോക്കിയല്ലോ. ഇസ്രായേൽ ആദ്യം UN-ന്റെ ഉണ്ടാക്കി ഉടമ്പടി പോലും അംഗീകരിക്കാൻ, അല്ല UN-ന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ പോലും അറബ് രാജ്യങ്ങൾ തയ്യാറായിരുന്നില്ല. അവസാനം അവരോട് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാൻ തോറ്റു അവസാനം 20% ഒതുങ്ങി ഞങ്ങൾ അതെങ്കിലും മതിയെന്ന് പറയുന്നത്. അപ്പം അല്ലാതെ ഈ പറയുന്നതിന്റെ മാതിരി താങ്കൾ പറയുന്നത് ഇപ്പോഴത്തെ അമേരിക്കയുടെ നീക്കങ്ങൾക്ക് ഇസ്ലാമികമായ പിന്തുണ കൂടി ലഭിക്കും, അങ്ങനെ ഒരു പരിഹാരം. അതിപ്പോൾ ഈ ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു റിയൽ എസ്റ്റേറ്റ് തന്നെയെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. അവിടെ പാർപ്പിട സമുച്ചയങ്ങൾ ഉയരണം, ഗസയിലെ ആളുകൾക്ക് കൃത്യമായ താമസ സൗകര്യം ഒരുങ്ങണം, 20 ലക്ഷത്തോളം വരുന്ന ഹമാസ് ഒഴിഞ്ഞു പോകണം. ഷാബു പ്രസാദ് പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ ഈ 20 ലക്ഷം ഹമാസ് തന്നെ ആരുൾക്കൊള്ളുമെന്നൊരു ചോദ്യം കൂടി അവിടെ ശേഷിക്കുന്നുമുണ്ട്.
അവിടെ ഒരു ക്യാപ്റ്റീവ് പോപ്പുലേഷനാണ്. ഈ ഹമാസിന്റെ ഐഡിയോളജി വന്ന് പിന്നെ നമ്മൾ ഇതിലെ പാർട്ടി ഗ്രാമങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവിടെ ആ പാർട്ടിക്ക് നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ആ പാർട്ടി ഗ്രാമത്തിൽ പാർട്ടിക്കാരനായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ പാർട്ടി ഗ്രാമം നിങ്ങൾ ഏതെങ്കിലും പാർട്ടി വിചാരിക്കേണ്ട, മലബാറിൽ എല്ലാവർക്കും പാർട്ടി ഗ്രാമമുണ്ട്. ഇപ്പം കോൺഗ്രസിന്റെ പാർട്ടി ഗ്രാമം, ലീഗിനുണ്ട്, CPM ഉണ്ട്, BJP ഉണ്ട്. അവിടെ നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ആ പാവങ്ങൾ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നല്ല. സത്യത്തിൽ ഇവരവിടെയൊക്കെ ഈ നെതന്യാഹുവിന്റെ സഹായത്തോടു കൂടി കാണിച്ചിട്ടുള്ള തോന്നിയാസങ്ങൾക്ക് വില കൊടുക്കേണ്ടി വന്ന അവിടെയുള്ള പാവം ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് നാളെയെങ്കിലും സ്വസ്ഥത വേണ്ടേ ജീവിതത്തിൽ? അവർക്ക് വിദ്യാഭ്യാസം വേണ്ടേ? ആരോഗ്യം വേണ്ടേ? അവർക്ക് സ്വപ്നങ്ങൾ കാണണ്ടേ? പിന്നെ ബേസിക്കലി ഇത് റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്. അതെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് എന്താണ് ചെയ്യുന്നത്? റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്തുള്ള ആളുകളെ പിന്നെ ബലം ഉപയോഗിച്ച് ഒഴിച്ചു മാറ്റി അവരവിടെ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഇത്ര രീതി. ഇപ്പം അന്താരാഷ്ട്ര രംഗത്ത് നമ്മൾ ജനാധിപത്യം UN ഒക്കെ പറയുന്നത് ബേസിക്കലി ബലമുള്ളവൻ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കുർദിസ്ഥാൻ ഈ അറബ് രാജ്യങ്ങൾ പിന്നെ ഈ തുർക്കി എല്ലാം കൂടി കുർദിസ്ഥാൻ രാജ്യം ഉണ്ടാക്കാൻ സമ്മതിക്കാത്തത്? അവരുടെ ജനീനാണല്ലോ അവരുടെ കൺസേൺ. അതുപോലെ എന്തുകൊണ്ടാണ് ഈ അടുത്തുള്ള അറബ് രാജ്യങ്ങളായ ഇറാനും പാകിസ്ഥാനും ഇടയ്ക്ക് ഒന്ന് കൊമ്പ് പുറത്തല്ലോ? അപ്പൊ എല്ലാവർക്കും അവരവരുടെ താല്പര്യങ്ങളാണ് പ്രധാനം. അതിന്റെ ഇടയ്ക്ക് ഒരു വേൾഡ് ഇസ്ലാമിക് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോലുള്ള പാവങ്ങളെ പറ്റിക്കാൻ പറ്റും. ബേസിക്കലി ഇത് കൈകാര്യം ചെയ്യുന്ന ഇതിനുവേണ്ടി സംസാരിക്കുന്ന ഇവന്മാർക്കൊന്നും അങ്ങനെ ഒരു കോൺസെപ്റ്റും ഇല്ല. ഒരു കാര്യം കൂടി, അതായത് ഈ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിരോധം തീർത്തിരുന്നത് സാധാരണക്കാരായ ആളുകളെ കവചമാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഈ ഗസയുടെ പുനർനിർമ്മാണം അത് നടക്കുമോ എന്നതൊക്കെ ഇനിയും നമ്മൾ കണ്ടറിയണം. അങ്ങനെ നടന്നാൽ പിന്നീട് മനുഷ്യ കവചം എന്ന ഒന്നിനെ സൃഷ്ടിക്കാൻ ഹമാസിന് സാധിക്കാതെ പോകും എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? അവിടെ കൃത്യമായി ഈ ആശയധാരയിലാണ് മുന്നോട്ട് പോകുന്നത്. ആ ആശയധാര ഒരിക്കലും ആയിരിക്കില്ലല്ലോ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടേതും. അല്ലെ, അവർ ഇത്തരം സംഘടനകളെ എല്ലാ കാലഘട്ടത്തിലും ജനങ്ങളെ ക്യാപ്റ്റീവായി നിർത്തിക്കൊണ്ട് മനുഷ്യ കവചം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ മനുഷ്യ കവചത്തിനെ ഒന്നും വില വെക്കാത്ത ആളുകളാണ് ഇസ്രായേൽ. നമ്മൾ ഓൾറെഡി കണ്ടു. അവരുടെ 1000 ആള് മരിച്ചതിന് പകരം ഓൾറെഡി കൊന്ന 50,000 ആളുകളെയാണ്. അവർക്ക് അതൊന്നും പ്രശ്നം. ഇനി അടുത്ത ഘട്ടത്തിൽ അവരവരുടെ ടാർഗറ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എല്ലാത്തിനും അവർ ചുട്ടരിക്കുകയും ലോകത്ത് ഒരിക്കലും ചോദിക്കാനും പോകുന്നില്ല. അവിടെ ഈ പാവങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനാണ് നമുക്കൊന്നും ഇഷ്ടമില്ലെങ്കിൽ പോലും ഈ ട്രംപ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അയാൾക്കൊരു അന്ധമായ ക്രിസ്ത്യൻ മതവിശ്വാസമുണ്ട്. ഈ പറഞ്ഞ ബൈബിൾ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പ്രൊഫസിക്ക് അനുസരിച്ചാണ് അവർ കാര്യങ്ങളെല്ലാം ഇപ്പം ടാർഗറ്റ് ചെയ്യുന്നത്. ബൈബിൾ ശരിയാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള പിന്നെ കാര്യങ്ങളാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അത് അവർ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. റിയലിസ്റ്റിക്കലി പറയാം, നിങ്ങൾ വേണമെങ്കിൽ എന്നെ ബീരു ഒന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. മനുഷ്യന് ഇവിടെ സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അവസരമാണ്, റിയലിസ്റ്റിക്കലായി ചിന്തിച്ച് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അവസരമാണ് വേണ്ടത്. അതുകൊണ്ടാണ് ജോർദാനും ഈജിപ്തും ഒക്കെ ഈ ഇസ്രായേലുകാർ കരാർ ഒപ്പിട്ടത്. ശരി, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ ഒ അബ്ദുള്ള, അദ്ദേഹം സംസാരിക്കാൻ അവസരം തേടിയിരുന്നു. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ശ്രീ ഒ അബ്ദുള്ള, നേരത്തെ ഫക്രുദ്ദീൻ്റെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം ഈ അമേരിക്കയെപ്പോലെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സമീപനങ്ങൾ പണ്ടേ സ്വീകരിക്കുന്ന രാജ്യമാണ്. അവരുടെ ആയുധശേഷിയെ സംബന്ധിച്ച് ആർക്കും വലിയ സംശയങ്ങൾ ഒന്നും ഇല്ല. ഇപ്പോഴും ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ സമയത്ത് പറഞ്ഞതെന്താണോ അത് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്നത്. പല രാജ്യങ്ങളിലുമടക്കം അമേരിക്കൻ സേന ഇപ്പോഴും തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിപ്പോൾ ഗസ എന്ന ഒരു വിഷയത്തിൽ മാത്രമൊന്നുമല്ല ട്രംപ് ഇത്തരത്തിൽ സംസാരിക്കുന്നത്. കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കണം, 51ാമത്തെ സംസ്ഥാനമായി കൂട്ടിച്ചേർക്കണം, വർഷം $20,000 കോടി ആണ് അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നത്. കാനഡയ്ക്കുള്ള സഹായം, സൈനിക സഹായം അടക്കം പിൻവലിക്കേണ്ട സമയമായി. ഇങ്ങനെയൊക്കെയുള്ള ചില പോളിസികൾ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമവുമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ചർച്ചകൾക്കൊക്കെ അപ്പുറത്ത് പല ഭരണ നേതാക്കളും വാക്കുകൾ കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അടക്കം ജനങ്ങളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരാമർശങ്ങൾ പോലെയല്ല അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം ഉണ്ടാകുന്ന ഒരു ട്രേഡ് വാർ, ചുങ്കം ചുമത്തുന്നത്, ഇന്ത്യക്കാരെ അടക്കം തിരികെ അയക്കുന്നത്. അപ്പോൾ പറഞ്ഞത് പ്രവർത്തിച്ചാണ് ട്രംപ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ചെറുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെന്നത് അത്ര എളുപ്പമാകില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കാൻ. ശ്രീ ഒ അബ്ദുള്ള, എളുപ്പമാണോ അല്ലേ എന്നത് മറ്റൊരു കാര്യമാണ്. ഇത്തരം ആൾക്കാരെ അവരുടേതായ ഇഷ്ടത്തിന് വിട്ടിട്ടുണ്ടോ ചരിത്രം? ഇതിനേക്കാൾ വലിയ പോക്കിരിയായിട്ട് വന്ന ആളാണ് നെപ്പോളിയൻ.
നെപ്പോളിയൻ ആരാ പരാജയപ്പെടുത്തിയത്? ഇന്ത്യ കീഴടക്കാൻ വേണ്ടി നെപ്പോളിയൻ പുറപ്പെട്ട് വഴിയിലുള്ള പല രാജ്യങ്ങളെയും അദ്ദേഹം തോൽപ്പിച്ചു ജയിച്ചടക്കി നീങ്ങുമ്പോൾ അറബികൾ, ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന അവിടെയുള്ളതായ അറബികൾ സംഘടിച്ച് അവിടുത്തെ പ്രാദേശികമായി എന്ന് തന്നെ പറയേണ്ടി വരും, ആൾക്കാർ പേരൊക്കെ ഓർമ്മിക്കാൻ ഇപ്പോൾ സമയമില്ല, അവരാണ് നെപ്പോളിയനെ പരാജയപ്പെടുത്തി തിരിച്ചയക്കം ചെയ്ത് ഈജിപ്ത് ഏതാണ്ട് മൂപ്പർക്ക് വഴങ്ങിയതാ. ഈജിപ്താണ് അറബികൾ ഇവിടുത്തെ ഏറ്റവും വലിയ. അപ്പം നെപ്പോളിയനെ തോൽപ്പിക്കാൻ അറബികൾക്ക് കഴിഞ്ഞെങ്കിൽ ഫലസ്തീനിലുള്ള അറബികളാണ് തോൽപ്പിച്ചത്. അത് ചിന്തിക്കാൻ കഴിയുമോ ചരിത്രത്തിൽ? ഫഖ്റുദ്ദീനെ പോലത്തെ ആൾക്കാർ ഇത്തരം ചരിത്രം വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം അത് മര്യാദക്കേടാ. പക്ഷെ വായിക്കണം, കാരണം അതൊക്കെ ഇതിൻ്റെ പിന്നിലൊരു ആദർശമുണ്ട്. അത് ഈ ഹമാസ് എന്നുള്ള വാക്കിനെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ വിചാരിക്കുന്ന മാതിരി പെട്ടെന്ന് വന്ന് താൽക്കാലികമായ ചില രാഷ്ട്രീയ അവസ്ഥകളെ മാത്രം മുൻനിർത്തി ഇതെല്ലാം കീഴടക്കി കഴിയും, അവരെല്ലാം മൂക്ക് വിളിച്ച് കഴിയുമെന്നൊരു വിശ്വാസം മുസ്ലിങ്ങൾക്കില്ല. 57 രാജ്യങ്ങളുണ്ട് എന്നത് ശരിയാണ്. അവരെല്ലാവരും ഹമാസിനെ ഏറ്റെടുക്കുന്നുണ്ടോ? അവിടെ ഇവിടെ ഹമാസ് ഉണ്ടോ? അവിടെ ഹമാസ് ഉണ്ടോ? ഹമാസ് എങ്ങനെ ഇവിടെ ഉണ്ടാവുക? ഫലസ്തീൻ വിമോചനത്തിന് വേണ്ടി രൂപീകരിച്ച ഹമാസ് അവിടെ ഉണ്ടാണ്ട്, കോഴിക്കോട്ടുണ്ടാണ്ട്. അതെന്ത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? ഫലസ്തീൻ വിമോചനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഹമാസ് അതിന് ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർ വലിയ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത് ആദ്യമായിട്ട് വിമാനറാജ്യധാര ഒരു പെണ്ണ, ഒരു ഫലസ്തീനി വനിത. ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുന്ന ഒരു പെണ്ണ് വിമാനറാജ്യമെന്ന്? ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതുപോലത്തെ പലതും ചരിത്രത്തിൽ മുമ്പ് നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വീണ്ടും പറയാം. നെപ്പോളിയനെ അടക്കം ചെക്ക് പറഞ്ഞിട്ട് അതിന് ജാലൂത്തിൽ വെച്ച് ഇവിടുത്തെ ഒരു ഭരണം ഇങ്ങോട്ട് നീങ്ങാൻ പാടില്ല എന്ന് പറയുന്ന അന്നത്തെ അടുത്ത ഭരണാധികാരിന്റെ പേര് ഷജറത്ത് ദുർറ. എന്റെ പഴയ ഓർമ്മ ഇതൊന്നും ഞാൻ പറയേണ്ടി വരും വിചാരിച്ച് ഓർമ്മിക്കുന്നില്ല, പഠിക്കുന്ന കാലത്ത് വാക്കിയതാണ്. ഇവരെല്ലാം ഉള്ളതായ അടങ്ങിയതായ ഒരു ചരിത്രത്തിന്റെ നീണ്ട പ്രവാഹത്തിനിടയിൽ ഇടക്കാലത്ത് വെച്ച് താൽക്കാലികമായി ഈ അമേരിക്കൻ്റെ കയ്യിൽ കുറച്ച് ആയുധം ഇതും കിട്ടി കുറെ ഭീരുക്കളായ ദീർഘകാലം ഇവരുടെ കോളനികളിൽ, അതായത് സാമ്രാജ്യത്വം ഇവരെ കീഴ്പ്പെടുത്തി കുറെ ഷേഖന്മാരും കുറെ രാജാക്കന്മാരും അവർക്ക് എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും ബാങ്ക് അക്കൗണ്ടുകളും നൽകി അവരെങ്ങനെ ആലോചിച്ചു കൊണ്ടുനടന്നു. ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറേ ഭരണാധികാരികൾ. അവർ ഇവർക്ക് ഇപ്പോൾ സൗദി അറേബ്യ ആവട്ടെ, UAE ആവട്ടെ, മറ്റേതെങ്കിലും ഏത് രാജ്യങ്ങളാവട്ടെ, അവരെല്ലാം ഇവരുടെ താളത്തിനനുസരിച്ച് നിൽക്കുന്ന എന്താ? ഇവരുടെ പണം മുഴുവനും ഫസ്റ്റ് നാഷണൽ സിറ്റി ബാങ്കിലോ മറ്റേ ബാങ്കിലോ ആയിരിക്കും. ഇതാണ് സംഗതി. അപ്പൊ ഒന്നും പറയുന്നില്ലല്ലോ ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ സമയമായിട്ടില്ല. അവിടുത്തെ ജനങ്ങൾ ഇത് മനസ്സിലാക്കുകയും ഉണരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശരിയായ രീതിയിലുള്ള ഒരു ഉണർവ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായ ഒരു അട്ടിമറി നടക്കും. അമേരിക്ക വാലും മടക്കി പോവേണ്ടി വരും, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ശ്രീ ഷാബു പ്രസാദ്, നമുക്ക് ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കണം. ഇപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റി അമേരിക്ക എന്ന പേരിലേക്ക് വരുന്നു. 9-ാം തീയതി അതിൻ്റെ സ്ഥാപക ദിനമായി ആചരിക്കുന്നു. അങ്ങനെ ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് ട്രംപിൻ്റെ ശരിയോ തെറ്റോ എന്തുമായിക്കൊള്ളട്ടെ, അദ്ദേഹം ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ അബ്ദുള്ള പറയുന്നത് പോലെ ഒരു അട്ടിമറി ട്രംപിനെതിരെ എന്നതൊക്കെ അത്ര എളുപ്പമാണോ? അത് ആദ്യം മനസ്സിലാക്കുന്നത് ഈ അബ്ദുള്ളയൊക്കെ ഏതോ ഒരു സങ്കല്പ ലോകത്തിരുന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയണം. അതിനൊന്നും നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. അതൊന്നും പറയാൻ പറ്റില്ല. കാര്യം അദ്ദേഹം നിൽക്കുന്ന വേറെ ഏതൊരു ലോകത്താണ്. അദ്ദേഹം അവിടെ ഇരുന്ന് അദ്ദേഹം അവിടുത്തെ രാജാവും പ്രജയും മന്ത്രിയും ഒക്കെ ആയിട്ട് അദ്ദേഹം അങ്ങനെ വിരാജിക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാൻ. നമ്മളൊക്കെ ജീവിക്കുന്നത് റിയാലിറ്റിയുടെ ലോകത്താണ്. ഇവിടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമേ നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റൂ. പിന്നെ ഇതൊക്കെ പ്രായോഗികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇനി നമ്മൾ എന്ത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, ഇന്ന് UN അടക്കം ഈ ലോകം എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നതിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് വളരെ വലിയ പങ്കുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ് അവരുടെ കരുത്തിന്. അത് എന്താണ് സത്യത്തിൽ അമേരിക്കയുടെ കരുത്ത് എന്ന് പറയുന്നത്? അമേരിക്കയുടെ കരുത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ 100-300 വർഷമായിട്ട് അവിടെ നിലനിൽക്കുന്ന എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു കരുത്തുറ്റ ജനാധിപത്യം. ഇവിടെ പറഞ്ഞല്ലോ, അബ്ദുള്ള പറഞ്ഞു, ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഈ ഗാസയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന കാര്യം. ഗാസയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ പോലും വലിയ വൻ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു.
അവർ അത് അനുവദിക്കുന്നത് കൊണ്ടാണ്, ആ ഭരണകൂടം അത് അനുവദിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ആ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിന് പോലും അവർ അനുവദിക്കുന്നു, അതുകൊണ്ടാണ്. എന്നാൽ അങ്ങനെ ഒരു പ്രതിഷേധം ഇപ്പൊ ചൈനയിൽ നടക്കുവോ? ഏതെങ്കിലും അറബ് രാജ്യങ്ങളിൽ നടക്കുവോ? നടക്കില്ല. എന്തുകൊണ്ടാണ്? ആ ഭരണകൂടം അത് അനുവദിക്കുന്നത്. എന്നാൽ തങ്ങളെ വിമർശിക്കാനും തങ്ങളോട് പ്രതിഷേധിക്കാനും ആ ഭരണകൂടം അനുവദിക്കുന്നു. അത് തന്നെയാണ് ആ അമേരിക്കയുടെ അത് തന്നെയാണ് ജനാധിപത്യത്തിന്റെ കരുത്തും സൗന്ദര്യവും എന്ന് പറയുന്നത്. അവരത് അനുവദിക്കുന്നത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ നടക്കില്ല. അത് തന്നെയാണ്. അങ്ങനെ ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരിയൊന്നുമല്ല. അത് വളരെ 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 വലുതാണ്. ഇസ്രയേലിന്റെ ശക്തി എന്ന് പറയും, പ്രധാന ശക്തി എന്ന് പറയുന്ന ആയുധം അതൊക്കെ ഉണ്ട്. അവരുടെ സൈനിക ശക്തി, ദൃഢനിശ്ചയം, അവരുടെ ജനാധിപത്യമാണ്. ഇപ്പൊ നമ്മള് ഇന്ത്യയിൽ നിന്ന് ഒന്ന് പടിഞ്ഞാറോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യയിലെ പോലെ പാർലമെന്ററി ജനാധിപത്യമാണ്. പാർലമെന്റ്, അവിടുത്തെ ഭരണകൂടത്തിനെതിരെ അവിടെ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്, ഈ യുദ്ധത്തിനെതിരെയും അല്ലെങ്കിൽ ഈ യുദ്ധത്തിന്റെ പല കാരണങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട്. അത് ഏറ്റവും വലിയ കരുത്താണ്. അങ്ങനെ ജനാധിപത്യത്തിന്റെ കരുത്ത് അത് തന്നെയാണ് ഭാരതത്തിന്റെയും ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അമേരിക്ക വിചാരിച്ചാൽ ഇന്ന് ലോകത്ത് നടക്കുക തന്നെ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സദാം ഹുസൈനൊക്കെ എവിടെ പോയി? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോയി. അവർ വേണ്ടാന്ന് വെച്ചു, നീ എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. പക്ഷെ അവരവിടെ നിന്നിരുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഈ കഴിഞ്ഞ 100-400 വർഷമായി അമേരിക്കയുടെ ചരിത്രം നിങ്ങളൊന്നും നോക്കും. ഞാൻ അമേരിക്കയുടെ ആരാധന കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ ആ സംവിധാനത്തോടും അവരുടെ ആ ജനാധിപത്യത്തിനോട് എനിക്ക് ബഹുമാനവും ആരാധനയുമുണ്ട്. എനിക്ക് ആരാധനയുണ്ട്. ജനാധിപത്യത്തിനോട് എനിക്ക് ആരാധന തന്നെയുണ്ട്. ജനങ്ങൾ തീരുമാനിക്കുന്ന ഇനി എന്തു തന്നെ ആയാലും ട്രംപിനെ തെരഞ്ഞെടുത്തത് അമേരിക്കയിലെ ജനങ്ങളാണ് മിസ്റ്റർ അബ്ദുള്ള. അവിടുത്തെ ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്, അല്ലാതെ വേറെ ആരുമല്ല. അവിടുത്തെ രാജകുടുംബത്തിന്റെ പാരമ്പര്യം കൊണ്ട് വന്നതൊന്നുമല്ല. അവിടുത്തെ ജനങ്ങൾ അത് തന്നെയാണ് അവരുടെ ശക്തി. ഞാൻ സമയം പരിമിതി മൂലമാണ് ശ്രീ സജിമോൻ ആന്റണി, ഞാൻ ഈ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ ജനങ്ങളാണ് അവിടെ തെരഞ്ഞെടുത്തത്. ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ ജനതയുടെ ഒരു വികാരം? അവർ പൂർണ്ണമായ ഒരു പിന്തുണ ഇത്തരം വിഷയങ്ങളിൽ ട്രംപിന് പിന്നിൽ ഉണ്ടോ, അണിനിരക്കുന്നുണ്ടോ? അവിനാഷ്, പെട്ടെന്ന് അതിലേക്ക് വരുന്നതിന് മുമ്പ് സഹപാനലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്തോട്ടെ. ശ്രീ ഫക്രുദ്ദീൻ അലി പറഞ്ഞതിന് ഞാൻ പ്രശംസിക്കുന്നു. അദ്ദേഹം വളരെ സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ശ്രീ അബ്ദുള്ള പറഞ്ഞതിനോട് എനിക്ക് വിയോജിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ട്രംപിനെ നെപ്പോളിയനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ട്രംപിനെ നെപ്പോളിയനുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? എന്തർത്ഥത്തിലാണോ? രണ്ടാമത്തേത്, അദ്ദേഹം റിപ്പീറ്റഡ്ലി ഹമാസ് ഈസ് ഈക്വൽ ടു ഇസ്ലാം എന്ന് പറയുന്നു. ഹമാസ് അല്ല ഇസ്ലാം. എത്രയോ നല്ല നല്ല രാജ്യങ്ങളുണ്ട്, നല്ല ആൾക്കാരുണ്ട്. മുമ്പേ പറഞ്ഞു കൊടുക്കുക തന്നെ ഒരു 98% നല്ല ആൾക്കാരാണ് അതിനകത്ത്. അവർ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. എന്നാൽ ശ്രീ അബ്ദുള്ള റിപ്പീറ്റഡ്ലി പറയുന്നു ഹമാസ് ഈസ് ഈക്വൽ ടു ഇസ്ലാം, ഇസ്ലാം ഈക്വൽ ടു ഹമാസ് എന്ന് പറയുന്നു. അതിനോട് ഞാൻ വിയോജിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാൻ താങ്കൾ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെയുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ആദ്യം ട്രംപ് ഗ്യാസ് നമ്മളങ്ങ് വാങ്ങുവാണ്, അല്ലെങ്കിൽ നമ്മൾ സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ ഞാനങ്ങ് എടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പലരും തമാശയായിട്ട് അതിനെ കണ്ടു. ആ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ ഫോറിൻ സെക്രട്ടറി പറഞ്ഞ മാർക്ക് റൂബിയോ പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം പോലും ആ ഒരു ലൈനിൽ ചിന്തിച്ചിട്ടില്ലായിരുന്നു. 2 സ്റ്റേറ്റ് സൊല്യൂഷനും പാലസ്തീൻ റൈറ്റും അങ്ങനെയുള്ള ഒരു ആംഗിളിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ എന്ന് തൊട്ട് ട്രംപ് ഈ ഒരു പിച്ച് എടുത്തോ, ഈ ഒരു ഐഡിയോളജി ടോസ് ചെയ്തോ, ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയ ആശയം പറഞ്ഞോ, അന്ന് തൊട്ട് അഡ്മിനിസ്ട്രേഷന് അതിനോട് അനുകൂലിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. PR വർക്ക് നടക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പുഷ് ജോർദാനും ഈജിപ്തിനും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. കാരണം ഒരു ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ത്രെറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു ഐഡിയോളജിയെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ എയ്ഡിനെ ബാധിക്കും, ഞങ്ങളത് വെട്ടിക്കുറയ്ക്കും എന്നുള്ളത് തന്നെ പരോക്ഷമായിട്ട് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈമും ഇതിനെ എതിർക്കുന്ന അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഈജിപ്ത് പോലെ തന്നെയുള്ള ഖത്തർ അല്ലെങ്കിൽ സൗദി പോലെയുള്ള അവരുമായിട്ട്
വളരെ വാണിജ്യപരമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ ഊഷ്മളമാണ്. അതോടൊപ്പം മിലിറ്ററി കരാറുകൾ ഒത്തിരി ഉണ്ട്, അൺലിമിറ്റഡ് ഡിപെൻഡൻസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അവരെയൊക്കെ ഈ ഒരു ഐഡിയോളജി പുഷ് ത്രൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഇപ്പം ജോർദന്റെ കിങ് അബ്ദുള്ള ഇവിടെ വൈറ്റ് ഹൗസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്ദുള്ള രണ്ടാമനുമായി സംസാരിക്കുന്ന സാഹചര്യമാണ്. ശ്രീ ഫക്രുദ്ദീൻ, ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്കൾ അല്പം വൈകിയാണ് വന്നത്, അതുകൊണ്ട് സമയപരിമിതി ഉണ്ട്, ക്ഷമിക്കണം. ഇപ്പോൾ ഇതാ ഈ സജിമോൻ ആന്റണി സൂചിപ്പിച്ചതുപോലെ അബ്ദുള്ള രണ്ടാമനുമായുള്ള ചർച്ച നടക്കുന്നു. അങ്ങനെ ചർച്ചകളിലൂടെ ഇതിനൊരു പരിഹാരം എന്ന ശ്രമം നടക്കുന്നുണ്ട്. അവിടെ ഈ അറബ് ജനതയുടെ ഒരു പിന്തുണയടക്കം ട്രംപിന് ലഭിക്കും. അങ്ങനെ ഇത് പരിഹരിക്കപ്പെടും എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? ഒന്നാമത് അബ്ദുള്ളക്കാരൻ പറയാനുള്ളത്, ഞാൻ അത് മാത്രമല്ല പഠിച്ചത്. അലക്സാണ്ടറെ തടഞ്ഞ പുരുവിന്റെ ഇന്ത്യൻ രാജാവ് പുരുവിന്റെ ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെങ്കിസ് ഖാനെ തടഞ്ഞിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിയുടെയും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടെ ചരിത്രം ഞാൻ സമയപരിമിതി ഭവനമാണ് ഞാനും അതൊന്നും ഓർമ്മിപ്പിക്കാതിരുന്നത്. ശ്രീ ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിന്റെ ഈ പിന്നെ ക്രിക്കറ്റിലെ പടയോട്ട തടഞ്ഞ ന്യൂസിലാൻഡിനെ എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ കാലഘട്ടം സർവേലൻസ് പൂർണ്ണമാണ്. ഈ സർവേലൻസ് പൂർണ്ണമായി ഈ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെയല്ല. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് അമേരിക്കനെ പിടിക്കാൻ പറ്റില്ല. മുണ്ട് അങ്ങനെ ആയില്ല, നല്ല കുതിരശക്തി കുതിരക്കാരുണ്ടായി പിടിക്കാൻ പറ്റില്ല. ആദ്യം മനസ്സിലാക്കുക, മാറിയ റിയാലിറ്റി ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചോദിച്ചാൽ അറബ് രാജ്യങ്ങളെല്ലാം പരസ്യം അവർക്ക് യുദ്ധം ചെയ്ത് തോറ്റപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യമാണ്. ഒരു ചോദ്യം, സർവേലൻസ് പൂർണ്ണമാണെങ്കിൽ ഒന്ന് കേൾക്ക്. സർവേലൻസ് പൂർണ്ണമാണെങ്കിൽ 1000 ചില്ലാനം ഇസ്രായേലിൽ എങ്ങനെ വെടിവെച്ചു വന്നു? എങ്ങനെ അമ്മാത്ത് വെടിവെച്ചു വന്നത്? സർവേലൻസ് പൂർണ്ണമാണെങ്കിൽ ഇസ്രായേൽ സമ്മതിച്ചു. അവർക്ക് അവിടെ അല്ല, ഞാൻ പറഞ്ഞോട്ടെ, നെതന്യാഹുവിന് അവിടെ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ ക്രൈസിസ് ശ്രദ്ധ മാറ്റാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവന്മാർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തു. ഇവന്മാർ എന്ത് ചെയ്തു? അവിടെ പോയി പൊട്ടിച്ചു. അയാൾ വിചാരിച്ചതിനെക്കാട്ട് അപ്പം പൊട്ടിച്ചു. അയാൾക്ക് ഒരു കാരണവും വേണ്ടിയിരുന്നു. അവിടെ പറഞ്ഞത് നമ്മുടെ സമുദായത്തിന്റെ പേര് മണ്ടമരി ഹമാസിനെ പോലെ പറന്ന ആളുകൾ ഒരു സമുദായത്തിൽ മൊത്തം ചീത്തപ്പേരുണ്ടാക്കുക, പാവങ്ങളെ കൊന്നൊടുക്കി. അവിടുത്തെ പാവങ്ങളെ കൊന്നൊടുക്കാൻ നെതന്യാഹുവിന്റെ കയ്യിലെ കോടാലി കൈയായി മാറി. നെതന്യാഹു തുറന്നു കൊടുത്ത വാതിലൂടെ ഉള്ളിൽ കയറി ആക്രമിച്ചു. നിങ്ങളെന്താ വിചാരിച്ചു ഇവന്മാരെ കഴിവുകൊണ്ടാ? ശരി ശരി, അത്രേ ഉള്ളൂ. റൈറ്റ്. എന്തായാലും നമുക്ക് സമയപരിമിതി മൂലം ആണ് ചർച്ച അവസാനിപ്പിക്കേണ്ടി വരുന്നത്. ട്രംപ് ഗ്യാസ് പിടിക്കുമോ എന്നതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ചർച്ചയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. ഇവിടെ ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം അഭിപ്രായങ്ങൾ തന്നെയാണ് ഉണ്ടാകേണ്ടത് എന്നതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ചർച്ചയിലടക്കം ചിലർ ഊന്നി പറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഗസയിലെ ജനങ്ങളും ഇതിൽ കൃത്യമായ തീരുമാനം എന്ത് ആയിരിക്കും കൈക്കൊള്ളുക എന്നത് നമുക്ക് കണ്ടറിയണം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഈ ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.